ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഓണത്തിന് സദ്യയിൽ നമ്മളെ കുമ്പളങ്ങ പച്ചടി ഉണ്ടല്ലോ, അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് മുറിച്ചിട്ടു, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതിന് അരക്കാനുള്ള തേങ്ങ, പിന്നെ ഞാൻ മോരാന്ന് എടുത്തിട്ടുള്ള കുറച്ച് നല്ല മോര്, കട്ട മോരാന്ന്, പിന്നെ കടുക്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ചട്ടി എടുക്കുക. അതിലേക്ക് നമുക്കാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടിയിലേക്ക് അടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ഒരു ലേശേ വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. കുമ്പളങ്ങക്ക് ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളം, അപ്പോൾ കുമ്പളങ്ങക്ക് വേണ്ടി ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ പച്ചടീൻ്റെ അരവിനെല്ലാം കണക്കാക്കിയിടാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ, അപ്പോൾ ഇതവിടുന്ന് വേവട്ടെ നമ്മുടെ പച്ചടീൻ്റെ കഷ്ണങ്ങൾ. അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഈ തേങ്ങ അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ. ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ. അരച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ലേശം ഒരുപാടൊന്നും വേണ്ട, കുറച്ച് പച്ചക്കടു ഒന്ന് പൊട്ടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. പച്ചടിക്ക് നല്ലോണം തേങ്ങ അരയണം. അപ്പോൾ ഇതൊക്കെ തേങ്ങ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടട്ടെ. എന്നിട്ടൊന്ന് അരച്ചുകൊണ്ടുവരണം. അപ്പോൾ ഗൈസ്, നമ്മളെ പച്ചടിക്ക് വെച്ച സംഭവം കുമ്പളങ്ങ വെന്തോ എന്നൊന്ന് നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. വീണ്ടും ഏകദേശം വേവാനുള്ള ഇതുണ്ടായി. പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ ഒന്നും കൂടി അവിടെ അടച്ച് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കുമ്പളങ്ങയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണിയാൻ വെക്കണം. അതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ അരവെല്ലയിൽ ചേർക്കുക. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നതാണ്. ചട്ടീനെ എടുത്ത് താഴെ വെക്കട്ടെ. ഞാൻ തണിഞ്ഞതിന് ശേഷം അരവെല്ലം കലക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളേതാ കുമ്പളങ്ങയെല്ലാം തണിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ മോരിൽ ഞാൻ തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തണിഞ്ഞതിൻ്റെ ശേഷമാണ് പച്ചടിക്കുള്ള അരവ് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കുന്നതല്ലേ, അപ്പോൾ തേങ്ങ അരച്ചത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന് കയ്പ്പ് വരും. അപ്പോൾ അത് കാരണം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ അതേപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കട്ടെ. ഇതാ നമ്മളെ പച്ചടീൻ്റെ ഉപ്പ് എരിവെല്ലാം ഞാൻ നോക്കട്ടെ. വേണ്ടിക്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പാകമാണെങ്കിൽ പിന്നെ നമുക്ക് ആ അരവ് വേറെ എന്തെങ്കിലും പച്ചടി വെക്കാൻ എടുക്കാം. അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ട് എടുക്കുന്നത്. കുറച്ചും കൂടി ചേർക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഇത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാവ്, ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതാ കണ്ട. അപ്പം ഞാൻ ഇതെല്ലാം ചേർക്കാം, ജാസ്തിയൊന്നുമില്ല. വാവ്, സൂപ്പർ. എല്ലാം ചേർത്തു. പിന്നേക്കൊന്നും വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ജാസ്തി ആയാലോ നമ്മളെ മോരെല്ലാം ചേർത്തത്. നോക്കുമ്പില്ല. ഇതാ
നല്ല അടിപൊളി പച്ചടിയാണ്. നമ്മളെ ഓണം സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, കുറച്ച് ഉപ്പ് കൊടുക്കും, ഒരു ലേശം. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിനൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതെന്തെല്ലാം ഞാൻ വറുത്തിടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പച്ചടിക്ക് വറുത്തിടുന്നത് കടുക് വേണം, ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ കാര്യമായിട്ടൊരു സാധനമുണ്ട് നമ്മൾ വറുത്തിടുന്നത് തേങ്ങ. കണ്ട, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വറുത്തിടൽ. നമ്മളെ പച്ചടി, നമ്മുടെ സദ്യയിലെ പച്ചടിക്കെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വറുത്തിടുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടുക്കാം. കടുക് ഇതാ പൊട്ടിക്കഴിഞ്ഞു, വറ്റൽ മുളക് ഇട്ട് കൊടുത്തു, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നല്ലോണം ചോന്ന് വരണം. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാണ് പച്ചടീൻ്റെ വറവ്. നിങ്ങളെല്ലാം ഇങ്ങനെയാണോ പച്ചടി ഉണ്ടാക്കൽ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ പച്ചടി. നമ്മളെവിടെയെല്ലാം സദ്യക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങ ചോന്ന് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പച്ചടിയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. തീ ഓഫാക്കട്ടെ. കണ്ടല്ലോ, ഇത്രയാണ് നമ്മളെ പച്ചടീൻ്റെ വറവ്. അടിപൊളിയല്ലേ? കണ്ടല്ലോ, ഇതാണ് നമ്മളെ പച്ചടി. കണ്ട, സൂപ്പർ പച്ചടിയല്ലേ ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. അപ്പോൾ ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണണേ ഗൈസ്. ബൈ.